ഒന്ന് വായിക്കാമല്ലോ. ദൈവത്തിന്റെ ദാനമത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. സ്തോത്രം മതി. 2 കൊരിന്ത്യർക്കുടെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. ദൈവ വചനത്തിന്റെ സാരാംശം നാം ഒന്നാഴമായി ചിന്തിക്കുമ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് കൊരിന്ത് ലേഖനഭാഗം എഴുതുമ്പോൾ ഈ അത്യന്ത ശക്തി എന്ന് വിശേഷിപ്പിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയും അതുപോലെ തന്നെ അഭിഷേകത്തെയുമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും ദൈവത്തിന്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു തന്റെ വാക്തത്വത്തോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തു 3.5 വർഷക്കാലം ലോകത്തിൽ ദൈവത്തിന്റെ പദ്ധതികൾക്ക് ഒത്ത വിധത്തിൽ ശുശ്രൂഷ ചെയ്തു. പിതാവിന്റെ ഇഷ്ടപ്രകാരം പാപികളായ മനുഷ്യർക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ദൈവം ഏൽപ്പിച്ചതായിട്ടുള്ള ദൗത്യം പൂർത്തീകരിച്ച് പിതാവിന്റെ വലത് ഭാഗത്ത് പോകുന്നതിന് തൊട്ടു മുമ്പ് യേശു അവിടെ അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ തന്നെ നാം വായിക്കുമ്പോൾ യേശു ക്രിസ്തു ജീവിക്കുന്നുവെന്ന് 40 നാളോളം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അവർക്ക് വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്ന് പറയുകയാണ്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി എന്ത് ചെയ്യണം? കാത്തിരിക്കണം എന്ന് കൽപ്പിച്ചു. കൽപ്പന പ്രകാരം ആ വാക്കുകളെ ഉൾക്കൊണ്ടുകൊണ്ട് യേശുക്രിസ്തുവിന്റെയും അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ അപ്പോസ്തലന്മാരുടെയും സ്തോത്രം സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ചവർ സ്തോത്രം മാർക്കോസിന്റെ മാളികമുറിയിൽ യേശുവിന്റെ വാക്കിൻ പ്രകാരം അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുവാനിടയായി. 2-ാം അധ്യായം വരെ ദൈവം വാഗ്ദത്തം ചെയ്തതിനെ അവരുടെ മേൽ അയക്കുന്ന വ്യക്തികളുടെ മേലും അയച്ചതിന് പിന്നിൽ ഒരു പദ്ധതിയുണ്ട്. ഈ ആത്മനിയോഗം പ്രാപിച്ച് കടന്നുപോയ അപ്പോസ്തലന്മാരെ സ്തോത്രമാകിയ രാജ്യങ്ങൾ ഭയപ്പെട്ടു, അപ്പോസ്തലന്മാരെ ദേശങ്ങൾ ഭയപ്പെട്ടു. 17-ാം അധ്യായം വരുമ്പോൾ അവിടെ വിളിച്ചു പറയുകയാണ്, ഭൂലോകത്തെ കരകേൽപ്പിച്ചവർ ഒക്കെയും ഇവിടെയും കടന്നു വന്നുവോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആശ്ചര്യപ്പെടുവാനിടയായി. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ദൈവം ഹാലരിയ സ്തോത്രം കൃത്യവിശ്വാസത്താൽ ദൈവത്തിന്റെ അത്യന്ത ശക്തിയെ നമ്മുടെ സ്തോത്രമാലീയ ജീവിതങ്ങളിൽ പകർന്നിരിക്കുന്നുവെങ്കിൽ അതൊരു ദൈവത്തിന്റെ ഒരു പവിത്ര പദ്ധതി അതിന് പിന്നിൽ ഒഴിഞ്ഞു കിടക്കുകയാണ്. ആ പദ്ധതിക്കൊത്തവണ്ണം നാം ഈ നാളുകളിൽ സ്തോത്രമാലീയ പ്രവർത്തിക്കുന്നുവെങ്കിൽ, ഈ നാളുകളിൽ ആദ്യ സ്തോത്രം ആ പദ്ധതി പ്രകാരം നടക്കുന്നുവെങ്കിൽ, ആദ്യ ലോകം കാണാത്ത ഒരു വലിയ ഉണർവ് ഈ പട്ടണത്തിൽ തന്നെ ആദ്യ സ്തോത്രം വെളിപ്പെടുവാൻ ദൈവം ആദ്യ സ്തോത്രം സഹായിക്കും. എത്ര പേര് ഈ പകൽക്കാലം വിശ്വസിക്കുന്നു? ആ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ശക്തി എന്ന് ആ പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിക്കുന്നു എങ്കിലും അത് സാധാരണ കാണുന്ന ഒരു ശക്തിയായിട്ട് നമുക്ക് ഉൾക്കൊള്ളുവാൻ വേണ്ടി പറ്റത്തില്ല. ഇപ്പൊ നമുക്കറിയാം, സ്തോത്രം കറണ്ടിന് അതിൻ്റെതായിട്ടുള്ള ഒരു പവർ അല്ലെങ്കിൽ ഊർജമുണ്ട്. അത് നമുക്കറിയാം, കാറ്റിൽ നിന്നും ഈ തമിഴ്നാട് ഭാഗത്തിൽ നാം പോയി കഴിഞ്ഞാൽ കാറ്റാടി യന്ത്രങ്ങൾ വെച്ച് ആ സ്തോത്രമാക്കിയ ശക്തി ഉത്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോ ആ ശക്തിയുടെ പിന്നിലെ ഒരു രഹസ്യം നോക്കുമ്പോൾ കാറ്റ്, അതുപോലെ തന്നെ വിവിധ തരങ്ങളിലുള്ള ഡാം മുഖാന്തരങ്ങളും അല്ലെങ്കിൽ വെള്ള മുഖാന്തരങ്ങളും ഈ പവർ എന്ത് ചെയ്യുന്നുണ്ട്? ഉത്പാദിപ്പിക്കുന്നുണ്ട്. സ്തോത്രമാനവീയപ്പോ ഈ പകൽക്കാലം പൗലോസ് വിശേഷിപ്പിക്കുന്ന ഈ സ്തോത്രമാനവീയ പരിശുദ്ധാത്മാവ് വ്യക്തിയും കൂടിയാണ്. സ്തോത്രമാന വ്യക്തി എന്ന് വിശേഷിപ്പിക്കുന്നതിൽ അതിന് ഉപരി അത് ദൈവം തന്നെ നമ്മുടെ ഉള്ളിൽ വാസം ചെയ്തുകൊണ്ട് നമ്മെ സ്തോത്രമാനവീയ വഴി നടത്തുന്നു എന്ന് അത് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. നാം ഓരോരുത്തരും ലോകത്തിന്റെ വെളിച്ചമാണ്. ആദ്യ വെളിച്ചം ക്രിസ്തു
സ്തോത്രം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ സ്തോത്രം ഹല്ലേലൂയ യേശു ക്രിസ്തു വിശേഷിപ്പിച്ചത് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. സ്തോത്രം. ആ മറ്റുള്ള ഭാഗങ്ങൾ നോക്കുമ്പോൾ മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, അത് പ്രകാശിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ആ ശക്തി നമ്മളിൽ ഉണ്ടെങ്കിൽ നാം ഭാര്യ ഭവനത്തിന് ഒരു പ്രകാശമാണ്, നാം പട്ടണങ്ങൾക്ക് പ്രകാശമാണ്, നാം സമൂഹത്തിന് പ്രകാശമാണ്. ഈ നാടുകളിൽ സ്വന്തമാകിയ ദൈവം വച്ചതായിട്ടുള്ള ആ പവിത്ര പദ്ധതിക്ക് ഉത്തമണം നാം എന്ത് ചെയ്യണം? ജാതികളെ ആ ദൈവത്തിന് വേണ്ടി അവകാശമാക്കണമെന്ന് ദൈവം ഓരോ വ്യക്തികളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് വ്യത്യസ്ത നിലകളിലാണ്. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നമുക്ക് സ്തോത്രം കാണുവാനും വിവേചിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നത്. ദാവീദിന്റെ മേലും ശിംശോന്റെ മേലും അതുപോലെ തന്നെ നിയോഗിക്കപ്പെട്ട കർത്താവിന്റെ ദാസന്മാരുടെ മേൽ, നിയോഗിക്കപ്പെട്ട രാജാക്കന്മാരുടെ മേൽ, നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരുടെ മേൽ ഈ ശക്തി വരുമ്പോൾ അതിന്റെ ആ ഒരു സ്തോത്ര ഘടകം നമുക്കറിയാം. ആലിയ സ്തോത്രം ദാവീദിന്റെ മേൽ സ്തോത്രം ആലിയ ആ ശക്തി കടന്നു വന്നപ്പോൾ സ്തോത്രം ആലിയ സിംഹത്തെ ആട്ടുകുട്ടിയെ പോലെ എന്ത് ചെയ്തു? അവിടെ കീറിക്കളയുവാനിടയായി. സ്തോത്രം ആലിയ ശിംശോന്റെ മേലും ആലിയ വന്നപ്പോൾ അതേ കാര്യം അവിടെ ആവർത്തിക്കുകയാണ്. ദാവീദ് സിംഹത്തെ മാത്രമല്ല ബലവാനായ കരടിയെയും കീറിക്കളഞ്ഞു. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ സ്വന്തം സിംഹം പോലെയുള്ള കരടി പോലെയുള്ള പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ നാം മുട്ടുമടക്കി സ്വന്തമായി പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? മുട്ടുമടക്കി ഘോഷിക്കുവാൻ തയ്യാറാണോ? ആദ്യ സിംഹത്തെയും കരടിയെയും എന്തുമില്ലാത്തതുപോലെ സ്വന്തമാലൂയ ആ ദാവീദും ശിംശോനും മാറ്റിക്കളഞ്ഞുവോ അതുപോലെ നമുക്ക് മാറ്റുവാൻ ആദരീയ സ്തോത്രം ഒരത്രത്തെ ശക്തിയാണ് ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. എത്രപേര് ആ പദ്ധതികൾ ഉൾപ്പെട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്? മാർക്കോസിന്റെ മാളിക മുറിയിൽ സ്തോത്രമാകിയ ദൈവം വാഗ്ദത്തം ചെയ്ത് ആ സ്തോത്രയുടെ മേൽ അയച്ച പരിശുദ്ധാത്മാവിൽ പല പ്രവൃത്തികളും വെളിപ്പെട്ടുവെങ്കിൽ ഈ പകൽക്കാലം വിശ്വസിക്കുന്നവർ, ഏറ്റെടുക്കുന്നവർ, ആമേൻ പറഞ്ഞ് സ്വീകരിക്കാതെ ആ രണ്ടാം ആദ്യ സ്തോത്രം ആ സ്തോത്രം ഈ 2000 വർഷങ്ങൾക്ക് മുമ്പേ അല്ല, എന്നും വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ മധ്യത്തിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാനിടയാണ്. പക്ഷേ ഇത് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ സ്തോത്രം കാണുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നില്ല. ദൈവം ഇട്ട തീ കെട്ടുപോയോ? ദൈവം ഇട്ട അത്യന്ത ശക്തിക്ക് മാറ്റം വന്നോ എന്ന് ചിന്തിക്കേണ്ടതിരിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം വരുമ്പോൾ യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് യേശുവിനെ മാളികമുറിയിൽ നടത്തിയെന്നല്ല, മരുഭൂമിയിലേക്ക് നടത്തി. മരുഭൂമി എന്ന് പറയുമ്പോൾ അത് നിർജ്ജന പ്രദേശമാണ്. സ്വന്തമാലൂയ മരുഭൂമി എന്ന് പറയുമ്പോൾ അത് പിശാചിന് വാസം ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ യേശു സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവ് തന്റെ മേൽ വന്നപ്പോൾ ആദ്യ സ്തോത്രം ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്തു? യേശുവിനെ മരുഭൂമിയിൽ നടത്തി. കാരണം വീണുപോയ ആദാമിനെ സ്തോത്രമാക്കിയ, വീണുപോയ ഹവ്വ ആദ്യ സ്തോത്രം പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവർ വീണ്ടുപോയി. സ്തോത്രം ഹല്ലേലൂയ. അത് യേശുവിലൂടെ ഒന്ന് പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയാണ്. സ്തോത്രം ഹല്ലേലൂയ. അപ്പോ എന്തിനു വേണ്ടിയാണ് ഈ അത്യന്ത ശക്തി നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിന്റെ വെളിച്ചമാകുവാൻ നമ്മുടെ മുമ്പിൽ വരുന്നതായിട്ടുള്ള ആത്മീയ സ്തോത്രം പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള ഒരാത്മശക്തി നമ്മുടെ മേൽ പകർന്നിരിക്കുന്നു. ഈ 2 കൊരിന്ത്യർ 4:7 അതുപോലെ തന്നെ താഴോട്ട് ഉള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അത് മനസ്സിലാകും. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും എന്തില്ല, ഇടുങ്ങി ഇരിക്കുന്നില്ല. ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല. ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. വീട് കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. യേശു പറഞ്ഞു, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് അത് പ്രാപിച്ച, ഈ അത്യന്ത ശക്തി പ്രാപിച്ച ഒരു വ്യക്തിയെയും ഒരു ശക്തിക്കും, ഒരു മാനസിക ശക്തിക്കും, ഒരു വൈശാഖിക ശക്തിക്കും തകർക്കുവാൻ വേണ്ടി സാധിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആദ്യ സ്തോത്രം ലോകത്തെയും അതിലുള്ളവരെയും അത് സൃഷ്ടിച്ച സർവശക്തനായ ദൈവം നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുന്നത് കൊണ്ട്, അതുകൊണ്ട് ഇത്
അവകാശം പറയുവാൻ ആർക്കും സാധിക്കത്തില്ല, പ്രശംസിപ്പാൻ ആർക്കും കഴിയത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ ശക്തി പൗലോസ് പറയുന്നു മൺപാത്രങ്ങളിലാണ് പകർന്നിരിക്കുന്നത്. ഇപ്പോഴക്കാലം സമയം അനുവദിച്ചു തന്ന ദൈവസഭയുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.